9ലെ ടെക്സ്റ്റ് ബുക്കിലെ 183ാമത്തെ പേജിലെ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ. ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ ചെക്ക് വെദർ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്പെസിഫൈഡ് മെഷർമെന്റ്സ് ഈസ് എ പോളിനോമിയൽ. ഗീവ് റീസൺസ് ഫോർ യുവർ അസേർഷൻ. ചുവടെയുള്ള കണക്കുകളിലെല്ലാം പറഞ്ഞിരിക്കുന്ന അളവുകൾ തമ്മിലുള്ള ബന്ധം ബഹുപദമാണോ എന്ന് പരിശോധിക്കുക. തീരുമാനത്തിന്റെ കാരണവും എഴുതുക. ഒന്നാമത്തെ നോക്കിയാലോ. The relation between the length of the sides of a square park and the area of a 1 meter wide path around it. സമചതുരാകൃതിയിലുള്ള ഒരു മൈതാനത്തിന് ചുറ്റും 1 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. മൈതാനത്തിന്റെ ഒരു വശത്തിന്റെ നീളവും പാതയുടെ പരപ്പളവും തമ്മിലുള്ള ബന്ധം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതൊരു പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഏകദേശ ചിത്രം നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. ചോദ്യത്തിൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു സ്ക്വയർ പാർക്കിനെ കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്. സമചതുരാകൃതിയിലുള്ള മൈതാനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു സ്ക്വയർ പാർക്ക് ആദ്യം വരയ്ക്കാം. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാർക്ക്. ആ പാർക്കിന്റെ ലെങ്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതൊരു സ്ക്വയർ ഷേപ്പ് ആണ് അല്ലെ. ലെങ്ത് എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷെ നമുക്ക് എന്തെടുക്കാം? എക്സ് മീറ്റർ ആയിട്ട് എടുക്കാം അല്ലെ. അപ്പോൾ പാർക്കിന്റെ ഓരോ സൈഡും എക്സ് മീറ്റർ വെച്ച്, കാരണം അത് സ്ക്വയർ ഷേപ്പ് ആണ്, അതുകൊണ്ട് എക്സ് മീറ്റർ വെച്ച്. ഇനി എന്താ തന്നിരിക്കുന്നത്? ഈ പാർക്കിന് ചുറ്റും 1 മീറ്റർ വിട്ടുള്ള ഒരു പാത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 1 മീറ്റർ വീതിയിലുള്ള ഒരു വഴി അല്ലെ. അപ്പൊ പാർക്കിന് ചുറ്റും ഉണ്ട് ആ വഴി. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? പാർക്കിന് ചുറ്റും 1 മീറ്റർ വീതിയിലുള്ള വഴി വരയ്ക്കണം അല്ലെ. അപ്പോൾ എങ്ങനെയായിരിക്കുമല്ലോ? പാർക്കിന് ചുറ്റും വഴി വരയ്ക്കണം അല്ലെ. 1 മീറ്റർ വീതിയിലുള്ള വഴി. അപ്പോൾ വഴിയുടെ വിട്ട് എത്രയാണ്? 1 മീറ്റർ അല്ലെ. 1 മീറ്റർ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ സ്ക്വയർ പാർക്കിന്റെ ഒരു സൈഡിന്റെ ലെങ്തും ഈ വഴിയുടെ ഏരിയയും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പാർക്കിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? എക്സ് അല്ലെ. അപ്പോൾ എക്സും ഈ വഴിയുടെ ഏരിയയും തമ്മിലുള്ള ബന്ധം അല്ലെ നമുക്ക് പോളിനോമിയൽ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ പാത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം അല്ലെ. പാത്തിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കിട്ടുമായിരിക്കും? നമുക്കിവിടെ 2 സ്ക്വയറുകൾ കാണത്തില്ലേ? ആദ്യത്തെ സ്ക്വയർ ഏതാ? നമ്മുടെ പാർക്ക് അല്ലെ. പാർക്ക്. രണ്ടാമത്തെ സ്ക്വയറോ? ഈ വഴിയുടെ പുറത്തോടെ ഒരു സ്ക്വയർ കാണത്തില്ലേ? അതും സ്ക്വയർ തന്നെയാ അല്ലെ. കാരണം എന്നാ? 2 സൈഡ് ഈക്വൽ ആയിട്ടാണ് വഴി പോകുന്നത് അല്ലെ. അപ്പോൾ അതും ഒരു സ്ക്വയർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാത്തിന്റെ അല്ലെങ്കിൽ വഴിയുടെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ വലിയ സ്ക്വയറിൽ നിന്ന് ഈ പാർക്കിന്റെ ചെറിയ സ്ക്വയർ കുറച്ചാ പോരെ. അപ്പോൾ ബാക്കി വരുന്നത് നമുക്ക് വഴിയായിട്ട് കിട്ടത്തില്ലേ? ഈ ടോട്ടലുള്ള വലിയ സ്ക്വയറിൽ നിന്ന് ഏത് കട്ട് ചെയ്ത് കളയണം? ഈ ചെറിയ സ്ക്വയർ കട്ട് ചെയ്ത് കളയണം അല്ലെ. അത് നമുക്ക് ആവശ്യമില്ല, വഴിയല്ല അത് പാർക്കാണ് അല്ലെ. ഇപ്പോൾ പാർക്ക് നമുക്ക് ആവശ്യമില്ല, നമുക്ക് വഴി മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് വലിയ സ്ക്വയറിൽ നിന്ന് ഈ ചെറിയ പാർക്കിന്റെ സ്ക്വയർ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ വഴിയുടെ ഏരിയ ആണല്ലേ കിട്ടുന്നത്. അപ്പോൾ ഓരോന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. ആദ്യം എന്ത് കണ്ടുപിടിക്കാം? പാർക്കിന്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലെ. ഏരിയ ഓഫ് ദ പാർക്ക്. പാർക്കിന്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ ആണ് അല്ലെ. അപ്പോൾ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? എ സ്ക്വയർ ആണ്. സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലെ. എ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒരു സൈഡ് എത്ര മീറ്റർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? എക്സ് അല്ലെ. സോ എക്സ് സ്ക്വയർ അല്ലെ. എക്സ് സ്ക്വയർ മീറ്റർ സ്ക്വയർ. അടുത്ത ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ? ഏരിയ ഓഫ് ദ ലാർജ് സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എ സ്ക്വയർ അല്ലെ. എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഒരു സൈഡ് എത്രയാണ്? പാർക്കിന്റെ ഒരു സൈഡ് ആയിരുന്നെങ്കിൽ എക്സ് മീറ്റർ ആയിരുന്നു അല്ലെ. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ലാർജ് സ്ക്വയറിന്റെ ഒരു സൈഡാ. അപ്പോൾ അത് എത്രയായിരിക്കും? പാർക്കിന്റെ ഒരു സൈഡ് എക്സ് അല്ലെ. അതിനുശേഷം എന്തൊരു എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? 2 സൈഡിലും 1 മീറ്റർ വിട്ടുള്ള പാത്തില്ലേ. അതായത് 2 സൈഡിലും എത്ര മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? ഓരോ മീറ്റർ വീതം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ 1 മീറ്റർ ഉണ്ട്, ഈ സൈഡിലും 1 മീറ്റർ ഉണ്ട് അല്ലെ. ഇപ്പൊ 2 സൈഡിലും 1 മീറ്റർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏതിന്റെ സൈഡ്? വലിയ സ്ക്വയറിന്റെ സൈഡ് അല്ലെ. അതായത് എക്സിന്റെ കൂടെ 2 മീറ്ററും കൂടെ ആഡ് ചെയ്യണം അല്ലെ. അപ്പോൾ ലാർജ് സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും? എക്സ് പ്ലസ് 2 മീറ്റർ ആയിരിക്കും അല്ലെ. എക്സിന്റെ കൂടെ, അതായത് പാർക്കിന്റെ ഒരു സൈഡിന്റെ കൂടെ 2 സൈഡിന്റെ പാത്ത് പോകുന്നുണ്ട്, അത് കാരണം 2ഉം കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? എ സ്ക്വയർ ആണല്ലോ, ഒരു സൈഡിന്റെ സ്ക്വയർ അല്ലെ. അതായത് എക്സ് പ്ലസ് 2ന്റെ സ്ക്വയർ. എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് 2ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ രൂപത്തിൽ ഇത് കിടക്കുന്നത്. അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ. എ സ്ക്വയർ ആദ്യത്തതിന്റെ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് 2ab, 2 into
എ ഏതാണ്? ആദ്യത്തത് അല്ലെ, എക്സ് ഇൻറ്റു ബി ഏതാണ്? രണ്ടാമത്തത് 2 പ്ലസ് ബി സ്ക്വയർ, അതായത് രണ്ടാമത്തതിന്റെ സ്ക്വയർ അല്ലെ, 2ന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 4x അല്ലേ, 4x പ്ലസ് 2 സ്ക്വയർ എത്ര വരും? 4 വരും അല്ലെ, 4. അതായത് ഈ ലാർജ് സ്ക്വയറിന്റെ ഏരിയ എത്രയായിട്ട് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 ആയിട്ട് കിട്ടും അല്ലെ. ഇനി നമ്മളോടുള്ള ചോദ്യം എന്താ? പാത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പാത്തിന്റെ ഏരിയയും പാർക്കിന്റെ ഒരു സൈഡും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ പാത്തിന്റെ ഏരിയ ഓഫ് ദ പാത്ത്, പാത്തിന്റെ ഏരിയ നമുക്ക് എ ഓഫ് എക്സ് ആയിട്ട് എടുക്കാം അല്ലെ. അപ്പോൾ എ ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ലാർജ് സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് ഏത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി? പാർക്കിന്റെ ഏരിയ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലെ. ബാലൻസ് വരുന്ന ഈ പുറത്തോടെ ഉള്ളതാണ് എന്ത്? പാത്തിന്റെ ഏരിയ. അപ്പോൾ ലാർജ് സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. അതിനകത്തുനിന്ന് ഏത് സബ്ട്രാക്ട് ചെയ്ത് കളയണം? ഈ പാർക്കിന്റെ ഏരിയ കട്ട് ചെയ്ത് കളയണം അല്ലെ, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കളയണം. പാർക്കിന്റെ ഏരിയ എത്രയായിരുന്നു? എക്സ് സ്ക്വയർ മീറ്റർ സ്ക്വയർ അല്ലെ. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 0 ആയിട്ട് പോകത്തില്ലേ? അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യാം, കാരണം ലൈക്ക് ടൈംസ് ആണ് അല്ലെ. ബാലൻസ് ഉള്ളത് എന്താണ്? 4x പ്ലസ് 4 അല്ലെ, 4x പ്ലസ് 4. എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോകും അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഓഫ് എക്സ്, അതായത് പാത്തിന്റെ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു 4x പ്ലസ് 4 എന്ന് കിട്ടി അല്ലെ. ഇതൊരു പോളിനോമിയൽ ആണോ? ഇത് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ കൊടുത്തിരിക്കുന്നത്? എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പാത്തിന്റെ ഏരിയ അല്ലെ, എക്സോ പാർക്കിന്റെ ഒരു സൈഡ്. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ ആയി കൊടുത്തിരിക്കുന്നത് അതൊരു പോളിനോമിയൽ ആണോ? പോളിനോമിയൽ ആണല്ലേ. കാരണം എന്നാ? നമ്മൾ ആ പറഞ്ഞ പോളിനോമിയലിന്റെ 4 കാര്യങ്ങൾ അത് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അല്ലെ. ഏതൊക്കെയായിരുന്നു ആ 4 കാര്യങ്ങൾ? ഒന്നല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരാം, അല്ലെങ്കിൽ അഡീഷൻ വരാം, അല്ലെങ്കിൽ ഒരു നമ്പർ വരാം, അല്ലെങ്കിൽ പവേഴ്സ് വരാം അല്ലെ. ഈ 4 കാര്യങ്ങൾ മാത്രമേ ഏതിനകത്തുള്ളൂ? എ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x പ്ലസ് 4 എന്ന ഓൾജിബ്രിക് ഇക്വേഷനകത്തുള്ളൂ. അത് കാരണം ഇതെന്താണ്? ഇതൊരു പോളിനോമിയൽ ആണ് അല്ലെ. അതായത് പോളിനോമിയൽസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ആര് ഒബേ ചെയ്യുന്നുണ്ട്? എ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x പ്ലസ് 4 എന്ന ഓൾജിബ്രിക് ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് പോളിനോമിയൽ ആണ്. ഇറ്റ് ഈസ് എ പോളിനോമിയൽ. കാരണം എന്നാ? ഇറ്റ് ഒബേ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ പോളിനോമിയൽ. പോളിനോമിയൽസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x പ്ലസ് 4 എന്ന ഓൾജിബ്രിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ ആണ്. അടുത്തത്, the relation between the amount of acid added to the mixture of 3 liters of acid and 7 liters of water and the change in the percentage of acid in the mixture. 7 ലിറ്റർ വെള്ളവും 3 ലിറ്റർ ആസിഡും ചേർന്ന ദ്രാവകത്തില് വീണ്ടും ഒഴിക്കുന്ന ആസിഡിന്റെ അളവും ദ്രാവകത്തിലെ ആസിഡിന്റെ ശതമാനത്തിലുണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള റിലേഷൻ ഒരു പോളിനോമിയൽ ആണോ അല്ലെങ്കിൽ ഒരു ബഹുപദമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ എഴുതിയാലോ. തന്നിരിക്കുന്ന മിക്സറിലെ ആസിഡിന്റെയും വാട്ടറിന്റെയും അളവുകൾ എത്രയൊക്കെയാണ്? ആസിഡിന്റെ അളവ് എന്താണ്? 3 ലിറ്റേഴ്സ് അല്ലെ. ആസിഡ് എന്തോരമാണ്? 3 ലിറ്റർ അല്ലെ. അടുത്തത് വാട്ടർ എന്തോരമാണ്? വാട്ടർ അത് 7 ലിറ്റർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ മിക്സറിൽ ആസിഡ് എത്ര ഭാഗമുണ്ട്? അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ മിക്സർ അല്ലെങ്കിൽ ആ മിശ്രിതം ആകെ എത്ര ലിറ്റർ ഉണ്ടായിരിക്കും? ആസിഡ് 3 ലിറ്ററും വാട്ടർ 7 ലിറ്ററും ഉണ്ട് അല്ലെ. അത് തമ്മിൽ കൂട്ടി ഇളക്കിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര ലിറ്റർ ഉണ്ടായിരിക്കും? 7 3 10 ലിറ്റർ അല്ലെ. 10 ലിറ്റർ. അതിനകത്ത് ആസിഡ് എന്തോരമാണ്? 3 ലിറ്റർ അല്ലെ. അതായത് 10 ലിറ്റർ ഉള്ള ഈ മിക്സറിൽ ആസിഡ് എത്ര ഭാഗമുണ്ട്? 10ൽ 3 ഭാഗമുണ്ട് അല്ലെ. ഇനി നമ്മളോട് കുറച്ച് ആസിഡ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ശരിയാണല്ലോ. എന്തോരം ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അതറിയത്തില്ല. അപ്പോൾ അറിയത്തില്ലാത്തത് കൊണ്ട് ആഡ് ചെയ്ത ആ ആസിഡ് എക്സ് ലിറ്റർ ആയിട്ട് ഞാൻ എടുത്തു. ആസിഡ് ആഡഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? എക്സ് ലിറ്റർ അല്ലെ. എക്സ് ലിറ്റർ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ആസിഡ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തു കേട്ടോ, ഈ ഒരു സിറ്റുവേഷനിൽ ആസിഡ് എത്ര പാർട്ട് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പെർസെന്റേജും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആസിഡ് എത്ര പാർട്ട് ഉണ്ടായിരിക്കും? പാർട്ട് ഓഫ് ആസിഡ്. ആദ്യം ടോട്ടൽ ആ മിക്സർ എത്ര ലിറ്റർ ഉണ്ടായിരുന്നു? 10 ലിറ്റർ അല്ലെ. അതായത് ആസിഡും വാട്ടറും കൂടെ ചേർന്ന ആ മിശ്രിതം അത് എത്ര ലിറ്റർ ഉണ്ട്? 10 ലിറ്റർ. അതിനോട് നമ്മളിപ്പോ എന്താ ആഡ് ചെയ്തിരിക്കുന്നത്? എക്സ് ലിറ്റർ ആസിഡും കൂടെ ആഡ് ചെയ്ത് അല്ലെ.
അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആ മിശ്രിതം അല്ലെങ്കിൽ ആ മിക്സർ എത്ര ഉണ്ടായിരിക്കും? ഈ 10 ലിറ്ററിന്റെ കൂടെ എക്സും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 10 പ്ലസ് എക്സ് ലിറ്റർ ഉണ്ടായിരിക്കൂലേ ടോട്ടൽ ആ മിക്സർ? അപ്പോൾ ടോട്ടൽ മിക്സറിന്റെ അളവ് 10 പ്ലസ് എക്സ്. ആസിഡിന്റെ പാർട്ടല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ആസിഡ് എന്തോരപ്പോ കാണും? കൂടിയിട്ടുണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആദ്യം എത്ര ലിറ്റർ ആസിഡ് ഉണ്ടായിരുന്നു? 3 ലിറ്റർ അല്ലെ. പിന്നെ എന്താ നമ്മൾ ആഡ് ചെയ്തത്? ആസിഡ് തന്നെ ആഡ് ചെയ്തത്, ശരിയാണല്ലോ. അപ്പോൾ ആ ആസിഡിന്റെ അളവ് കൂടിയിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തോരോ കൂടിയിരിക്കുന്നത്? എക്സ് ലിറ്റർ അല്ലെ. അങ്ങനെയാണെങ്കിൽ പുതിയ ആ മിക്സറില് ടോട്ടൽ എത്ര ലിറ്റർ ആസിഡ് കാണും? 3 ലിറ്റർ അവിടെ ഉണ്ട്, എക്സ് ആഡ് ചെയ്തു, അപ്പോൾ എത്ര കാണും? 3 പ്ലസ് എക്സ് അല്ലെ. 3 പ്ലസ് എക്സ്. അപ്പോൾ നമ്മുടെ പുതിയ മിക്സറിൽ ആസിഡ് എത്ര പാർട്ട് കാണും? 3 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 10 പ്ലസ് എക്സ് ലിറ്റർ അല്ലെ. ഡിനോമിനേറ്റർ ആയിട്ട് എന്താ എഴുതുന്നത്? ടോട്ടൽ മിക്സറിന്റെ അളവ് അല്ലെ, 10 പ്ലസ് എക്സ്. ന്യൂമറേറ്റർ ആയിട്ടോ ആസിഡിന്റെ അളവ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? പെർസെന്റേജ് ഓഫ് ആസിഡ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? പെർസെന്റേജ് ഓഫ് ആസിഡ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ഫ്രാക്ഷന്റെ പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അതിനെന്ത് ചെയ്യണം? 100 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ആസിഡിന്റെ അളവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മിക്സർ ഇൻറ്റു 100 ചെയ്താൽ മതി. എന്ത് കിട്ടും? പെർസെന്റേജ് കിട്ടും അല്ലെ. അപ്പോൾ ആസിഡിന്റെ അളവ് എന്തോരായിരുന്നു? 3 പ്ലസ് എക്സ് അല്ലെ. 3 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മിക്സറോ 10 പ്ലസ് എക്സ്. 10 പ്ലസ് എക്സ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി അല്ലെ. പെർസെന്റേജ് കാണാൻ ഈ ഫ്രാക്ഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 3 പ്ലസ് എക്സിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. കാരണം 100ന്റെ ഡിനോമിനേറ്റർ 1 ആണ്. അതുകൊണ്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പ്ലസ് എക്സിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ എന്ത് കിട്ടും? 3 ഇൻറ്റു 100 300 അല്ലെ. 300 പ്ലസ് എക്സ് ഇൻറ്റു 100 100 എക്സ്. 100 എക്സ് ഡിവൈഡഡ് ബൈ 10 പ്ലസ് എക്സ് അല്ലെ. 10 പ്ലസ് എക്സ്. പെർസെന്റേജ് ഓഫ് ആസിഡ് ആയതുകൊണ്ട് ഞാൻ അതിനെ പി ഓഫ് എക്സ് എന്ന് വിളിക്കുക. പി ഓഫ് എക്സ്. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു 300 പ്ലസ് 100 എക്സ് ഡിവൈഡ് ബൈ 10 പ്ലസ് എക്സ് എന്ന് കിട്ടി അല്ലെ. ഇതൊരു പോളിനോമിയൽ ആണോ? ആസിഡിന്റെ പെർസെന്റേജും ആഡ് ചെയ്ത ആസിഡിന്റെ അളവും തമ്മിലുള്ള ഈ റിലേഷൻ അതൊരു പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദമാണോ? ബഹുപദത്തിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഇത് ഒബൈ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു ബഹുപദത്തിന്റെ പ്രോപ്പർട്ടീസ്? അതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, പിന്നെ നമ്പർ, പിന്നെ പവേഴ്സ്. ഇത് 4 മാത്രമേ കാണാൻ പാടുള്ളൂ അല്ലേ. വേറെ ഒരു ഓപ്പറേഷനും അതിനകത്ത് കാണാൻ പാടില്ല. ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് വന്നിട്ടില്ലേ? അതായത് ഡിവിഷൻ ഓപ്പറേഷൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എക്സ് ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണല്ലേ. അതായത് ഇവിടെ എക്സ് ഒരെണ്ണം ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ട്. ഈ എക്സ് എങ്ങനെയും കളയാൻ പറ്റുമോ? മുകളിലത്തെ എക്സുമായിട്ട് ക്യാൻസൽ ആകുമോ? ഇല്ല അല്ലെ. കാരണം എക്സ് 2 കോമൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ക്യാൻസൽ ആയിട്ട് പോകത്തുള്ളൂ. പക്ഷെ ഇവിടെ കോമൺ ആയിട്ടല്ല അല്ലെ. പ്ലസ് ഇട്ട് മാറ്റി നിർത്തിയേക്കുക. അതുകൊണ്ട് എക്സ് ഇവിടെ ക്യാൻസൽ ആകത്തില്ല. അപ്പോൾ നമുക്ക് പറയാം എക്സ് ഇവിടെ ഡിനോമിനേറ്ററിൽ വന്ന് നിൽപ്പുണ്ട് അല്ലെ. അങ്ങനെ എക്സ് ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സിന്റെ റെസിപ്രോക്കൽ ഇവിടെ ഉണ്ടെങ്കിൽ പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ അല്ല അല്ലെ. എന്തുകൊണ്ടാണ് പോളിനോമിയൽ ആകാത്തത്? എക്സ് ഡിനോമിനേറ്ററിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ എക്സിന്റെ റെസിപ്രോക്കൽ ഇവിടെ വന്നതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ല അല്ലെ. ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. അതിനുള്ള കാരണം എന്നാ? എക്സിന്റെ റെസിപ്രോക്കൽ ഇവിടെ ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ എക്സ് ഡിനോമിനേറ്ററിലാണ് വന്നിരിക്കുന്നത്. there exists the reciprocal of x. എക്സ് ഡിനോമിനേറ്ററിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ എക്സിന്റെ റെസിപ്രോക്കൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ല. അടുത്തത് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 5 മീറ്റർ അകലത്തില് 2 കമ്പുകൾ കുത്തി നിർത്തിയേക്കുന്നു അല്ലെങ്കിൽ 2 പോളുകൾ നാട്ടിയിരിക്കുന്നു. ഈ പോളുകളുടെ എൻ പോയിന്റിൽ നിന്ന് ഒരു റോപ്പ് കെട്ടിയിട്ടുണ്ട് അല്ലെ. അതിനുശേഷം ആ റോപ്പ് നിലത്തൊരു പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുള്ള ചോദ്യം എന്താ? The distance from the foot of one pole to the point on the ground where the rope is fixed and the total length of the rope. അതായത് ഏതെങ്കിലും ഒരു പോളിൽ നിന്ന് ആ റോപ്പ് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ പോയിന്റ് വരെയുള്ള നീളവും ഈ റോപ്പിന്റെ ടോട്ടൽ ലെങ്തും തമ്മിലുള്ള റിലേഷൻ പോളിനോമിയൽ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബഹുപദമാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനകത്ത് ഒരെണ്ണം എക്സ് ആയിട്ട് എടുക്കുക, മറ്റേത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് എക്സ് ആയിട്ട് എന്തെടുക്കാം? ഒരു പോളിന്റെ ചുവട്ടിൽ നിന്ന് റോപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തേക്കുള്ള ആ ലെങ്ത് എക്സ് ആയിട്ട് എടുക്കാം. ഇത് എക്സ് മീറ്റർ. ഇനി അടുത്തത് ഏതാ? ഈ റോപ്പിന്റെ നീളമാണല്ലോ.
ആ റോപ്പിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതായത് ആ റോപ്പിന്റെ നീളം കണ്ടുപിടിക്കാനായിട്ട് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണമാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് ഹൈപ്പോട്ടനീസ് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്നും എന്ത് കണ്ടുപിടിക്കുന്നു? ഹൈപ്പോട്ടനീസ് കണ്ടുപിടിക്കുന്നു. ഈ രണ്ട് ഹൈപ്പോട്ടനീസ് അല്ലേ റോപ്പിന്റെ നീളം. അപ്പോൾ ആ രണ്ട് ഹൈപ്പോട്ടനീസ് കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത് എന്തായിരിക്കും? റോപ്പിന്റെ നീളമായിരിക്കും അല്ലെ. അപ്പോൾ റിലേഷൻ ഏത് തമ്മിലായിരുന്നു പറഞ്ഞത്? പോളിൽ നിന്ന് അല്ലെങ്കിൽ ഈ കമ്പിൽ നിന്ന് റോപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിലേക്കുള്ള ലെങ്തും ആ റോപ്പിന്റെ ടോട്ടൽ ലെങ്തും തമ്മിലുള്ള റിലേഷൻ അല്ലെ. അപ്പൊ ഒരെണ്ണം ഞാൻ എക്സ് ആയിട്ട് എടുത്തു, മറ്റേതാണ് റോപ്പിന്റെ ലെങ്ത് അല്ലെ. അപ്പൊ റോപ്പിന്റെ ലെങ്ത് ഇനി കണ്ടുപിടിക്കാനായിട്ട് പോവുക. ആദ്യത്തെ മട്ടത്രികോണം ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഹൈപ്പോട്ടനീസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പൈതഗോറസ് തിയറം അല്ലെ. എന്താ പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടനീസിന്റെ സ്ക്വയർ ഈക്വൽ ടു, അപ്പോൾ ആദ്യത്തെ ഹൈപ്പോട്ടനീസ് ആയതുകൊണ്ട് h1 എന്ന് ഞാൻ ഉപയോഗിക്കുവാണ്. h1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണല്ലോ. ബേസ് എത്രയാണ്? എക്സ് അല്ലെ. അപ്പോൾ ബേസ് സ്ക്വയർ എക്സിന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റ് 3 മീറ്റർ അല്ലെ. 3 മീറ്റർ ആണ് ഹൈറ്റ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്ക്വയർ. ഇനി ഹൈറ്റ് കണ്ടുപിടിച്ചേ. h1 ദാറ്റ് ഈസ് ഈക്വൽ ടു h1 സ്ക്വയറിൽ നിന്ന് h1 എങ്ങനെ കിട്ടും? സ്ക്വയർ റൂട്ട് എടുത്താൽ മതി അല്ലെ. അപ്പോൾ ഇതിന്റെയും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 3യുടെ സ്ക്വയർ 9 അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് 9. അപ്പോൾ റൂപ്പിന്റെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം നമുക്ക് കിട്ടി അല്ലെ. ഇനി എന്ത് വേണം? ഈ നീളം കൂടെ വേണം. അതിനുവേണ്ടി ഈ രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണം യൂസ് ചെയ്യുക. അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഹൈപ്പോട്ടനീസ് അല്ലെങ്കിൽ കർണം കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ആ ഹൈപ്പോട്ടനീസ് ഞാൻ h2 ആയിട്ട് എടുത്തു. h2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ അല്ലെ. ബേസ് എത്രയാണ്? ഈ നീളം എത്രയാണെന്ന് അറിയാവോ? ഇത് ടോട്ടൽ 5 മീറ്റർ ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ടോട്ടൽ 5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ മാത്രമുള്ള ലെങ്ത് എത്രയായിരിക്കും? 5 മീറ്റർ ഫുൾ ഉണ്ടോ? ഈ എക്സ് മീറ്റർ ഇവിടെ നിന്ന് ഇല്ലല്ലേ. അപ്പോൾ എന്തായിട്ട് കിട്ടും? 5 മീറ്ററിൽ നിന്ന് എക്സ് നമുക്ക് കളയണം. അതായത് 5 മൈനസ് എക്സ് ആയിരിക്കും ഏത്? റോപ്പ് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ പോളിലേക്കുള്ള ലെങ്ത് 5 മൈനസ് എക്സ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസ് എത്രയായിട്ട് കിട്ടി? 5 മൈനസ് എക്സ് ആയിട്ട് കിട്ടി അല്ലെ. 5 മൈനസ് എക്സ് ബേസിന്റെ സ്ക്വയർ അല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് 5 മൈനസ് എക്സിന്റെ സ്ക്വയർ. ദെൻ പ്ലസ് ഹൈറ്റ് എത്രയാണ്? 4 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് 4ന്റെ സ്ക്വയർ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 5 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമുലയിലാണ് കിടക്കുന്നത്. a മൈനസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? a മൈനസ് ബി ഹോൾ സ്ക്വയർ ആർക്കെങ്കിലും അറിയാവോ? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയല്ലേ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിൽ 5 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തേ എന്ത് കിട്ടും? a സ്ക്വയർ അതായത് 5 സ്ക്വയർ അല്ലെ. 5 സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ എങ്ങനെ വരും? മൈനസ് 2 എയുടെ സ്ഥാനത്ത് ഏതാ? 5 അല്ലെ. ഇൻറ്റു 5 ബിയുടെ സ്ഥാനത്തോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി സ്ക്വയർ അല്ലെ. അതായത് ബിയുടെ സ്ഥാനത്ത് ഏതാണ്? എക്സ് അല്ലെ. പ്ലസ് എക്സ് സ്ക്വയർ. അടുത്ത് 4 സ്ക്വയർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പ്ലസ് 4 സ്ക്വയർ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. h2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ 25 അല്ലെ. 25 മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു എക്സ് എന്ത് കിട്ടും? മൈനസ് 10x അല്ലെ. മൈനസ് 10x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. 4 സ്ക്വയർ എത്രയാണ്? 16 അല്ലെ. പ്ലസ് 16. ഇനി 25 പ്ലസ് 16 ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഓർഡർ ആയിട്ട് എഴുതിക്കേ. ആദ്യം എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 10x 25 പ്ലസ് 16 എത്ര കിട്ടും? 41 കിട്ടും അല്ലെ. സോ പ്ലസ് 41. h2ന്റെ സ്ക്വയർ ആണ് ഈ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഏതാ വേണ്ടത്? h2 ആണല്ലോ വേണ്ടത്. അതല്ലേ രണ്ടാമത്തെ ഹൈപ്പോട്ടനീസ്. അങ്ങനെയാണെങ്കിൽ h2 എത്രയായിരിക്കും? ഇതിന്റെ റൂട്ട് എടുത്താൽ മതി അല്ലെ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 41. അപ്പോൾ നമ്മൾ h1 കണ്ടുപിടിച്ചു, h2 കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആ റോപ്പിന്റെ ടോട്ടൽ ലെങ്ത് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ്. റോപ്പിന്റെ ലെങ്ത് ഞാൻ L ഓഫ് എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ L ഓഫ് എക്സ് അല്ലെങ്കിൽ റോപ്പിന്റെ ലെങ്ത് ഏതാണ്? അത് ഏതൊക്കെ കൂട്ടുന്നതാ? ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനീസും രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനീസും കൂടെ കൂട്ടുന്നതല്ലേ.
ആദ്യത്തെ ഹൈപ്പോട്ടനിസ് നമ്മൾ ഏതായിട്ട് എടുത്തിരിക്കുന്നത് H1 ആയിട്ട് അല്ലെ. അപ്പോൾ H1ഉം രണ്ടാമത്തെ ഹൈപ്പോട്ടനിസോ നമ്മൾ H2 ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ റോപ്പിന്റെ ടോട്ടൽ ലെങ്ത് ഏതായിരിക്കും? ആദ്യത്തെ ഹൈപ്പോട്ടനിസും രണ്ടാമത്തെ ഹൈപ്പോട്ടനിസും കൂടെ കൂടിച്ചേരുന്നതല്ലേ. അതായത് H1ഉം H2ഉം കൂടെ കൂടിച്ചേരുന്നത് അല്ലെ. അതായത് H1 plus H2, H1 plus H2. അങ്ങനെയാണെങ്കിൽ H1 എത്രയാ? H1 ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 അല്ലെ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് H2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 41 അല്ലെ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 41. അതായത് റോപ്പിന്റെ ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ L ഓഫ് എക്സ് നമുക്ക് കിട്ടി അല്ലെ. അത് എത്രയാണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 41 എന്ന് കിട്ടി. ഇതൊരു പോളിനോമിയൽ ആണോ എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ റോപ്പിന്റെ ടോട്ടൽ ലെങ്തും ഒരു പോളിൽ നിന്ന് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിലേക്കുള്ള ദൂരം, അതായത് എക്സും തമ്മിലുള്ള ഈ റിലേഷൻ ഒരു പോളിനോമിയൽ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തായിരുന്നു പോളിനോമിയൽ ആകാനുള്ള കണ്ടീഷൻസ്? ഒരു പോളിനോമിയലിനകത്ത് ഏതൊക്കെ കാണാൻ പാടുള്ളൂ? മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, പിന്നെ ഒരു ഫിക്സഡ് നമ്പർ കാണാം, ഒരു പവർ കാണാം അല്ലെ. ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഓപ്പറേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? വേരിയബിളിന് റൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലെ. ആ റൂട്ട് നമുക്ക് കളയാനും പറ്റത്തില്ല അല്ലെ. വേരിയബിളിന് റൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. വേരിയബിളിന് ഒരു റൂട്ട് ഉള്ളത് കൊണ്ട് അതൊരു പോളിനോമിയൽ ആണോ? അതൊരു പോളിനോമിയൽ അല്ല അല്ലെ. ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. കാരണം എന്നാ? ആ വേരിയബിളിന് അല്ലെങ്കിൽ എക്സിന് ഒരു റൂട്ട് വന്നിട്ടുണ്ട് അല്ലെ. there exists a square root of x. ഇതിനകത്ത് വേരിയബിൾ ആയ എക്സിന് ഒരു സ്ക്വയർ റൂട്ട് വന്നതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ല. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് each of the following operations as an algebraic expression. Check which of them are polynomials, giving reasons. ചുവടെ പറഞ്ഞിരിക്കുന്ന ക്രിയകൾ ഓരോന്നും ബീജഗണിത വാചകമായി എഴുതുക. ഏതെല്ലാമാണ് ബഹുപദമെന്ന് വിശദീകരിക്കുക. ഇപ്പോൾ ഒന്നാമത്തെ ഏതാ? സം ഓഫ് ദ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക അല്ലെ. അത് ആദ്യം എങ്ങനെ എഴുതണം? ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആയിട്ട് അല്ലെങ്കിൽ ബീജഗണിത വാചകമായിട്ട് എഴുതണം. അതിനുശേഷം നമ്മൾ അത് പോളിനോമിയൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യം ഇതൊരു ബീജഗണിത വാചകമായിട്ട് എഴുതിയാലോ? സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. ആരുടെയൊക്കെ തുക കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പറിന്റെയും അതിന്റെ റെസിപ്രോക്കലിന്റെയും സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ ആദ്യം നമുക്ക് നമ്പർ എക്സ് ആയിട്ട് എടുത്താലോ? ഒന്നാമത്തത് നമ്പർ ഈക്വൽ ടു എക്സ്. അതിന്റെ റെസിപ്രോക്കൽ നമുക്ക് വേണ്ടേ? റെസിപ്രോക്കൽ എക്സിന്റെ റെസിപ്രോക്കൽ എന്താ? 1/x അല്ലെ. 1/x. ഇനി അതിന്റെ സമ്മിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, അതല്ലേ വേണ്ടത്? അതായത് എക്സ് പ്ലസ് 1/x. ഇതാണ് എന്ത്? ഈ കൊടുത്തിരിക്കുന്ന ഈ സെന്റൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇത് നമ്മളോട് അത് പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതൊരു സം ആയതുകൊണ്ട് ഞാൻ അതിനെ സൂചിപ്പിക്കാനായിട്ട് എസ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പോവാ. എസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/x. ഇതൊരു പോളിനോമിയൽ ആണോ? പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള 4 കാര്യങ്ങൾ എന്താ? അതിനകത്ത് സം ഉണ്ടായിരിക്കാം, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരിക്കാം, ഒരു നമ്പർ കാണാം, പിന്നെ പവേഴ്സ് കാണാം അല്ലെ. ഈ 4 അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഓപ്പറേഷൻ ഇവിടെ ഉണ്ടോ നോക്കിക്കേ. 1/x ഇവിടെ കിടപ്പുണ്ട് അല്ലേ. അതായത് എക്സിന്റെ റെസിപ്രോക്കൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ ആണോ? പോളിനോമിയൽ അല്ല അല്ലെ. ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. കാരണം എന്നാ? there exists a reciprocal of x. എക്സിന്റെ റെസിപ്രോക്കൽ ഇവിടെ വന്നതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ല. അടുത്തത് രണ്ടാമത്തത് സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്. സംഖ്യയുടെയും അതിന്റെ വർഗമൂലത്തിന്റെയും തുക കാണാനുള്ള ആ എക്സ്പ്രഷൻ പോളിനോമിയൽ ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. ഇപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? എ നമ്പർ, ഒരു നമ്പറിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ നമ്പർ ഞാൻ എക്സ് ആയിട്ട് വീണ്ടും എടുക്കാം അല്ലെ. നമ്പർ ഏതാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ വേരിയബിൾ ആയിട്ട് എടുക്കുന്നത് അല്ലെ. എക്സ് നമ്പർ ഈക്വൽ ടു എക്സ്. ഇനി എന്താ വേണ്ടത്? അതിന്റെ സ്ക്വയർ റൂട്ട് വേണം അല്ലെ. സ്ക്വയർ റൂട്ട്. എക്സിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് എന്ന് എഴുതാം അല്ലെ. റൂട്ട് എക്സ്.
അടുത്ത് ഇതിന്റെ രണ്ടിന്റെയും സം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഏതൊക്കെ? എക്സും അതായത് നമ്പറും അതിന്റെ സ്ക്വയർ റൂട്ടും പ്ലസ് റൂട്ട് എക്സ്. ഇതാണ് എന്ത് നമുക്ക് തന്നിരിക്കുന്ന ആ സെന്റൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇനി ഇത് പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മളിവിടെ രണ്ട് സംഖ്യയുടെ സം അല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ പോളിനോമിയലിൽ പേരിടുകയാണ് എസ് ഓഫ് എക്സ്. സം ആയതുകൊണ്ട് എസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഇതൊരു പോളിനോമിയൽ ആണോ? ഈ 4 ഓപ്പറേഷൻസ് മാത്രമാണോ ഇതിനകത്തുള്ളൂ? അല്ല അല്ലെ. എക്സിനൊരു റൂട്ട് വന്നിട്ടുണ്ട്. എക്സിന് റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പോളിനോമിയൽ ആണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. കാരണം എന്തായിരുന്നു? there exists a root of x. ഇവിടെ എക്സിന് റൂട്ട് വന്നത് കൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദമല്ല. അടുത്ത മൂന്നാമത്തത്, the sum of a number and its square root and the difference of the square root and the number. സംഖ്യയോട് അതിന്റെ വർഗ്ഗമൂലം കൂട്ടിയതും സംഖ്യയിൽ നിന്ന് വർഗ്ഗമൂലം കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അത് പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ 2 ഓപ്പറേഷൻസ് പറയുന്നുണ്ട് അല്ലെ. സമ്മും ഉണ്ട് പ്രൊഡക്റ്റും ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കേ. ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട് ആദ്യം കണ്ടുപിടിക്കണം. സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്. നമ്പർ എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ. നമ്പർ ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? റൂട്ട് എക്സ് അല്ലെ. സ്ക്വയർ റൂട്ട്. നമുക്ക് ആദ്യം എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. അതായത് ഒരു നമ്പറിന്റെയും അതിന്റെ സ്ക്വയർ റൂട്ടിന്റെയും തുക സം കണ്ടുപിടിക്കണം. ആ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്തായിരിക്കും? ഒരു നമ്പറിന്റെയും അതായത് എക്സ് അല്ലെ അതിന്റെ സ്ക്വയർ റൂട്ടിന്റെയും സം കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതായത് പ്ലസ് അതിന്റെ സ്ക്വയർ റൂട്ട്. ഇനി രണ്ടാമത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയർ റൂട്ട് ആൻഡ് ദ നമ്പർ. ഇത് വീണ്ടും കണ്ടുപിടിക്കണം അല്ലെ. അതായത് ഏത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ റൂട്ടും നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതെങ്ങനെ നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആയിട്ട് എഴുതാം? നമ്പർ ഏതായിരുന്നു? എക്സ് അല്ലെ. എക്സ് മൈനസ് ഡിഫറൻസ് അല്ലേ, അത് കാരണം മൈനസ്. ഇനി ഏത് തമ്മിലുള്ള ഡിഫറൻസ്? സ്ക്വയർ റൂട്ട് അല്ലെ, റൂട്ട് എക്സ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ എഴുതി വെച്ചാൽ മതിയോ? വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് അല്ലെ. ദ പ്രൊഡക്റ്റ്. അവ തമ്മിലുള്ള പ്രൊഡക്റ്റും ചെയ്യണം. ഏതൊക്കെ തമ്മിലുള്ള പ്രൊഡക്റ്റാ? സംഖ്യയും അതിന്റെ സ്ക്വയർ റൂട്ട് ആഡ് ചെയ്തതും സംഖ്യയിൽ നിന്ന് അതിന്റെ സ്ക്വയർ റൂട്ട് കുറച്ചതും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ. അതായത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സ്. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇത് ഏത് ഫോമിലായിരിക്കുന്നേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലല്ലേ ഇരിക്കുന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമില് അല്ലെ. ആദ്യത്തെ ബ്രാക്കറ്റ് തന്നെ എക്സ് പ്ലസ് റൂട്ട് എക്സ്, അതായത് എ പ്ലസ് ബി. രണ്ടാമത്തതോ അത് തന്നെയാ അല്ലെ, എക്സ് മൈനസ് റൂട്ട് എക്സ് ആണ്, അതായത് എ മൈനസ് ബി. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നമ്മൾ ഓൾജിബ്രിക് ഇക്വേഷൻസ് പഠിച്ചായിരുന്നല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതനുസരിച്ച് ഇതെങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ അതായത് എക്സ് സ്ക്വയർ അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് റൂട്ട് എക്സിന്റെ സ്ക്വയർ അല്ലെ. റൂട്ട് എക്സിന്റെ സ്ക്വയർ. ഇതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ റൂട്ട് മാറ്റാൻ പറ്റുമോ? റൂട്ട് എക്സിന്റെ സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സിന്റെ റൂട്ട് എടുക്കുകയും ചെയ്യണം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്ക്വയർ എടുക്കുകയും ചെയ്യണം. അതായത് നമുക്ക് എന്ത് കിട്ടും? എക്സ് തന്നെ കിട്ടത്തില്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് എക്സിന്റെ സ്ക്വയർ എക്സ് അല്ലെ. നിങ്ങൾ എഴുതുമ്പോ ഈ നടുക്കത്തെ കാര്യം എഴുതി വെച്ചേക്കരുത് കേട്ടോ. ഇതെന്താ, ഞാൻ ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാ. എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് ഡോട്ട് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് അല്ലെ. അപ്പോൾ ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് കിട്ടും അല്ലെ. അത് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇതിനെ പി ഓഫ് എക്സ് എന്ന് വിളിച്ചു. പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ്. ഈ ഓൾജിബ്രിക് ഇക്വേഷൻ ഒരു പോളിനോമിയൽ ആണോ? നമ്മുടെ ഈ 4 കാര്യങ്ങൾ ഇതിനകത്തുള്ളതെന്ന് നോക്കിക്കേ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതായത് അവിടെ ഒരു പവർ ഉണ്ടാകാം, ദെൻ മൈനസ് എക്സ് ആണ് അല്ലെ. ഇവിടെ ഈ മൈനസ് എങ്ങനെ കളയുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു.
മൈനസ് എക്സിന്റെ സൈൻ ആയിട്ട് എടുത്താൽ മതി അല്ലെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലെ. അതായത് പോളിനോമിയൽ ആവാനായിട്ട് മൈനസ് വന്നാലും പ്രശ്നമൊന്നുമില്ല. അത്രയും കാര്യങ്ങളല്ലേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇതൊരു പോളിനോമിയൽ ആണ്. ഇറ്റ് ഈസ് എ പോളിനോമിയൽ. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഫസ്റ്റ് ഓൾജിബ്രിക് എക്സ്പ്രഷനാ. ഏത്? എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഓർക്കും എക്സിന് റൂട്ട് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയും എക്സിന് റൂട്ട് ഉണ്ട് അല്ലെ. റൂട്ട് ഉണ്ടെങ്കിൽ അത് പോളിനോമിയൽ അല്ലാന്നാ നമ്മൾ പറഞ്ഞു പഠിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടെന്ന് ആടി കയറി പറയും ഇതൊരു പോളിനോമിയൽ അല്ലാന്ന്. പക്ഷെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? അതിനെ സിംപ്ലിഫൈ ചെയ്ത് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പൊ ഈ ലാസ്റ്റ് സ്റ്റെപ്പില് അവിടെ റൂട്ട് ഒന്നും ഇല്ലല്ലോ, അത് കാരണം ഇതൊരു പോളിനോമിയൽ ആണ്. പകുതി സ്റ്റെപ്പ് എടുത്ത് നിർത്തിയേക്കരുത്, കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എത്തിക്കണം. എങ്കിൽ മാത്രമേ അതൊരു പോളിനോമിയൽ ആകത്തുള്ളൂ. അപ്പോൾ ആദ്യം ചാടിക്കയറി പോളിനോമിയൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ. അത് കണ്ടിന്യൂ ചെയ്ത് പോന്നോണം. ആ റൂട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ ആണ്.